500 രൂപയ്ക്കായിരിക്കും. 500 രൂപ ആര് വേണമെങ്കിലും 550, 600, 650. കരിമീൻ മിക്സ് വരുന്നുണ്ട്. കരിമീനും വേറെ എന്തൊക്കെ സാധനങ്ങൾ. 600 രൂപ. 600. 500 പരിച്ചിൽ മീൻ എടുക്കും. എല്ലാം പരിച്ചിലാണ്ടാ, വേറെ മീനൊന്നും ഇല്ല. കണ്ടോ 700 രൂപ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ വീഡിയോയുമായിട്ടാണ്. നാടൻ കായൽ മീനുകളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ. തിരുവനന്തപുരം ജില്ലയിൽ മുരിക്കുംപുഴ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ഒരു കടവുണ്ട്. ഒരുപാട് കിടിലൻ നാടൻ മീനുകളൊക്കെ വരുന്ന കടവ്. ഈ കടവിലെ മീൻ വിശേഷങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഒരുപാട് കച്ചവടക്കാരൊക്കെ നമ്മളെ പുറകിൽ നിന്ന് വരുന്ന കാണാം. അപ്പോൾ എല്ലാവർക്കും ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, അങ്ങനെ ഞാനിപ്പോൾ നമ്മളെ മുരിക്കുംപുഴയുള്ള ആ ഒരു സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. എവിടെയെന്നറിയില്ല, പിറം മൊത്തം പച്ചറമ്പ് കയറി. അപ്പോൾ ഇതിൻ്റെ കുറച്ച് അപ്പുറത്തായിട്ടാണ് ഈ ഒരു കടവുള്ളത്. കടവിൻ്റെ അങ്ങോട്ട് ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആൾക്കാരൊക്കെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. ഇവിടെ ഫുള്ള് കണ്ടില്ലേ, മൊത്തം ഡോഗിൻ്റെ ഏരിയ. ഞാനൊരു മതിലിൻ്റെ അവിടെ നിന്നപ്പോൾ എൻ്റെ പുറത്ത് മൊത്തം പച്ചറമ്പ് കയറി. രാവിലെ നല്ല പച്ചറമ്പിൻ്റെ കടിയുണ്ട്. ഇവിടെയൊക്കെ പുതിയ ബോട്ട് ചട്ടിയുടെ പ്രവർത്തനങ്ങൾ നടക്കുവാണ്. കാരണം ഇതുവഴിയൊക്കെ പുതിയ ബോട്ട് സർവീസൊക്കെ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ പണിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതുണ്ട്, ഇവിടെയൊക്കെ ബണ്ടൊക്കെ കെട്ടി വെച്ചിരിക്കുക. അതിൻ്റെ അപ്പുറത്തോട്ട് അടിപൊളിയായിട്ട് കായലിൻ്റെ അടിപൊളി കാഴ്ചകൾ കാണാം. അതായത് ഇവിടെ കുറച്ച് വള്ളങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. രാവിലെ വള്ളങ്ങളൊക്കെ എത്തുന്നേ ഉള്ളൂ. ഇപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ കറക്റ്റ് 7 മണി. 7 മണിക്കകത്ത് 1-2 വള്ളങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. ഇനി വള്ളങ്ങൾ ഒരുപാട് വരാൻ കാണും. കായലിലോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ വള്ളങ്ങൾ പല സൈഡിൽ നിന്ന് വരുന്ന കാണാം. സൈഡിലൊക്കെ അങ്ങും ഇങ്ങോട്ടൊക്കെ ഓരോ വള്ളങ്ങളൊക്കെ കിടപ്പുണ്ട്. നല്ല വണ്ണത്തിൽ ബണ്ട് കെട്ടി തിരിച്ചിരിക്കുക കേട്ടോ, ഇങ്ങോട്ട് വെള്ളം കയറാതിരിക്കാൻ വേണ്ടിയിട്ട്. നോക്കി, നല്ല ശക്തമായ ബണ്ടാണ്. അപ്പോൾ ഇതൊക്കെ നമ്മളെ പുതിയ ബോട്ട് ചെട്ടിയുടെ ഭാഗമായിട്ട് നിർമ്മിക്കുന്ന സംഭവങ്ങളാണ്. അപ്പോൾ ഇതുവഴിയൊക്കെ ഇനി ബോട്ട് അധികം താമസിക്കാതെ ഓടും. അതിങ്ങ് കൊല്ലം വരെ പോകുമെന്നാണ് ഞാൻ അറിഞ്ഞത് മുമ്പ്. എങ്ങനെയാണെന്നറിയില്ല. മുരിക്കുംപുഴ ഈ കായലിൽ എല്ലാ ദിവസവും ചന്തയുണ്ടാവും. ഒരുപാട് മീനുകൾ പല വഴിയിൽ നിന്ന് വരാണ്ട്. കണ്ടില്ലേ, ഇങ്ങനെ വിസ്താരത്തിൽ കിടക്കുന്ന കായൽ. ഇതിൻ്റെ പല സൈഡിൽ നിന്ന് ഒരുപാട് വള്ളങ്ങൾ ഇങ്ങോട്ട് വരും. ഇതിൻ്റെ പല വഴിക്കായിട്ട് ഇങ്ങനെ വല ഇട്ട് വെച്ചിരിക്കുന്നവരാണ്. നമ്മൾ ഈ മുന്നിൽ കാണുന്ന വള്ളം ഉണ്ടല്ലോ, അതൊക്കെ നേരത്തെ വല ഇട്ടിരിക്കുന്നതാണ്. അപ്പോൾ ഒരു വല എടുത്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു തലേ ദിവസം ഇന്നലെ തന്നെ ഇട്ടിരിക്കുന്നതായിരിക്കും. ഇന്നലെ രാത്രിയൊക്കെ ഇട്ടിട്ട്, അല്ലെങ്കിൽ വൈകുന്നേരമൊക്കെ ഇട്ടിട്ട് ഇന്ന് രാവിലെ വന്നെടുക്കും. അപ്പോൾ നല്ല ഫ്രഷ് സാധനങ്ങൾ കിട്ടും. ബംഗാളിയല്ല, പറയാൻ പറഞ്ഞു. ആരായാലും തിരക്കാൻ ഒരാളുണ്ടല്ലേ. എന്തൊക്കെയുള്ള ആരാധന തിരക്കാൻ പറ്റുന്നത് എന്തോ ഇല്ല, സ്വന്തമില്ലേ. രാവിലെ ഓരോ വള്ളങ്ങൾ ഇങ്ങോട്ട് സൈഡിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വലകളൊക്കെ എടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് അവർ മീനുകളൊക്കെ ചെക്ക് ചെയ്യും. എത്രത്തോളം മീനുണ്ട് എന്നുള്ളത് ഇപ്പോൾ ഇവിടെ വരുമ്പോൾ അറിയാം.
ഇത് ഈ വെള്ളത്തിൽ എന്തൊക്കെ സാധനം വന്നിട്ടുണ്ട്, എന്താ സംഭവം നോക്കാം. ഇവിടുത്തെ പൈസയും മേടിച്ചിട്ട് മിണ്ടാതെ പോണല്ലേ കള്ള. അങ്ങനെ കൊണ്ട് ഈ വെള്ളത്തിൽ ഇപ്പോൾ നമ്മൾ കണ്ട മീൻ 300 രൂപയാണ് ചോദിച്ചത്. ഇവിടെ ഭയങ്കര സംസാരവും തിരക്കൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ അവരുടെ സംസാരങ്ങൾ കുറേ കയ്യിൽ ഇങ്ങനെ ഉണ്ടാവും. കാരണം കടവിലാണ്, കടവിൽ നിൽക്കുമ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണ്. ഇവിടെ ഇനി ഒരുപാട് വള്ളങ്ങൾ വരാണ്ട് നമ്മളിങ്ങനെ വള്ളം പ്രതീക്ഷിച്ചിരിക്കുകയാണ്. മീൻ മേടിക്കാൻ വേണ്ടി ഡെയിലി വരുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, സ്ഥിരം മീൻ മേടിച്ചുകൊണ്ട് പോകുന്നവർ. അതേപോലെ തന്നെ വേറെയും കുറേ ടീമുകളൊക്കെ ഇങ്ങനെ വന്ന് നിൽപ്പുണ്ട്, കച്ചവടക്കാരൊക്കെ ഉണ്ട്. നല്ല അടിപൊളി സ്ഥലം. രാവിലെ ഇപ്പോൾ 7-7:30 മണിക്കകത്ത് ഇവിടെ ഇങ്ങനെ നിൽക്കാം, അടിപൊളി തന്നെ കേട്ടോ. $1500 കൊടുക്കും. അവിടെ നോക്കിയല്ലേ പിന്നെ കൂടുതലല്ല പറയുന്നത്. $1600 കൊടുത്തോളൂ, ഇനി കിടന്ന് വാരി ഇടണ്ട. ആ ശരി, എന്തായാലും എടുക്കാം. ആ പോണ വെള്ളത്തിൽ ഞണ്ടുണ്ട്. ഞണ്ട് അതായത് കെട്ട് ഞണ്ടെന്ന് പറയും, കെട്ടിയിടുന്ന ഞണ്ട്, വലിയ ഞണ്ട്. അത് 1 കിലോയ്ക്ക് 3100 രൂപയ്ക്ക് മുകളിലുണ്ടെന്നാണ് അവർ പറഞ്ഞത്. ഈ വെള്ളത്തിൽ എന്തോ സാധനം വന്നിട്ടുണ്ട്, എന്താ സംഭവം എന്ന് നോക്കട്ടെ. വില എത്ര ഇരുന്ന്? വില 600 രൂപ. ഈ വെള്ളത്തിൽ കുറച്ച് ഞണ്ട് വന്നിട്ടുണ്ട്. ഇതിൽ 7 ഞണ്ടുണ്ട്. 7 ഞണ്ടിന് 700 രൂപ ചോദിക്കുന്നുണ്ട്. 600 രൂപ കച്ചവടം. അതാ ഞണ്ടിന് ആളായിട്ടുണ്ട് കേട്ടോ. ആ ഫുള്ള് ഞണ്ട്, 7 ഞണ്ടും ഇവിടെ കച്ചവടമായി. ആ വെള്ളത്തിൻ്റെ പരിപാടി കഴിഞ്ഞ് വെള്ളം തിരിച്ചു പോവാണ്. ഇന്നത്തെ കച്ചവടം കഴിഞ്ഞ് ഇത്രയേ ഉള്ളൂ. 2 കസ്റ്റമർ വന്നപ്പോൾ പരിപാടി കഴിഞ്ഞിട്ടോ. 40 കിലോ അലയും കൊണ്ട് അവന് കിട്ടിയത് ഇതാണ് കിട്ടിയത്. ഇവിടെ ഒരുപാട് ഇടനിലക്കാരുണ്ട് കേട്ടോ. അവരാണ് ഡയറക്റ്റ് ഒന്ന് മേടിച്ചുകൊണ്ട് പോകണേ. കസ്റ്റമർ കുറവാണെങ്കിലും കൂടുതൽ കച്ചവടക്കാരുണ്ട്. ഇതെന്ത് മീനത്? സിലോപ്പി. എത്ര ചോദിക്കുന്നത്? 900 രൂപ. എല്ലാം കൂടെ ആണോ? അത് മാത്രം? വെള്ളം പറ്റലുണ്ട്, കല്ലാണ്, അടുക്കില്ല. അത് തീർന്നുള്ള തന്നെ.
എത്ര ചോദിക്കുന്നത്? 800 രൂപ. 800. 800. ഈ വെള്ളത്തിൽ കരിമീൻ, 2 ഞണ്ട്, അതുപോലെ വേറെ എന്തൊരു ഐറ്റം, എന്താ ചാളയോ, അതിലൊക്കെ ടോട്ടൽ ചോദിച്ചത് 800 രൂപയാണ് സ്റ്റാർട്ടിങ്. ഒഴിക്കാൻ പോയി വെള്ളം വെള്ളം പറ്റൂല, അതാണ് ഇതിൻ്റെ വെള്ളത്തിൽ നിന്ന് കൂടെ വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നു. എവിടെയൊക്കെ പൊത്ത് കിടക്കുന്നു. അതുകൊണ്ടല്ലേ വെള്ളം പറ്റാതെ. അതുകൊണ്ട് ബാക്കി എൻ്റെ അറിയിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ കിഴക്കത്തെ പറകിട്ടോട്. ആ കൊടുക്കി അയച്ചോട് കൊട് 300. അതിന് കുറയ്ക്കുമെന്ന്. കുറഞ്ഞില്ല, വിറവാക്ക ഒരു അറ്റത്താക്കണം. ഇത് ആ സൈഡിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവിടെയൊക്കെ ഇങ്ങനെ മീൻ കിടന്ന് ചാടുകയാണ് കേട്ടോ, കൂട്ടത്തോടെ. ഇപ്പോൾ സമയം ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ട്. ഈ ഒരു ടൈമിലും വള്ളങ്ങൾ വന്നുകൊണ്ടിരിക്കുക. പതുക്കെ വള്ളങ്ങൾ വരും. ഇവിടുത്തെ കച്ചവടം വളരെ സൈലൻ്റ് ആയിട്ടുള്ള കച്ചവടമാണ്. വലിയ ഈ ലേലം വിളിയുടെ ഭയങ്കര സംഭവങ്ങളൊന്നുമില്ല കേട്ടോ. ഓരോ വള്ളങ്ങളും പല വിലയും കാര്യങ്ങളാണ്. കച്ചവടക്കാരൊക്കെ ഉള്ളത് കൊണ്ട് അവരങ്ങനത്തെ രഹസ്യമായിട്ട് വില കാര്യങ്ങളൊക്കെ പറയും. കച്ചവടക്കാരും ഉണ്ടാവും, സാധനം മേടിക്കാൻ വന്നിരിക്കുന്നവരുണ്ട്. അപ്പോൾ അതിനെക്കൊണ്ട് അങ്ങനത്തെ ഒരു ഡീലാണ് ഇവിടെ നടക്കുന്നത്. ഇപ്പോൾ 2 വള്ളങ്ങൾ വന്നിട്ടുണ്ട്. ഇതിൽ സത്യം പറഞ്ഞാൽ ആളില്ല, കച്ചവടക്കാരുണ്ട്. അവരിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കണം ആരെങ്കിലുമൊക്കെ വരാൻ വേണ്ടിയിട്ട്. അല്ലെന്നുണ്ടെങ്കിൽ കച്ചവടക്കാർക്ക് കൊടുത്തിട്ടായിരിക്കും പോകുന്നത്. ഇപ്പോൾ ലാസ്റ്റ് വന്ന ഈ വള്ളത്തിൽ എന്തോ ചെറിയ കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ട്, വളരെ ചെറിയ മീനുകൾ. അതൊക്കെ മിക്കവാറും കച്ചവടക്കാരെ മേടിക്കത്തുള്ളൂ, ചെറിയ ഐറ്റംസൊക്കെ. വലിയ വലിയ ഐറ്റംസുകളൊക്കെ നല്ല വില കൊടുത്ത് അത്യാവശ്യം ആൾക്കാർ പെട്ടെന്ന് മേടിച്ചുകൊണ്ട് പോകും. ഇതുണ്ട്, ഈ വെള്ളത്തിലുള്ളത് വളരെ ചെറിയ ഐറ്റംസാണ്, വളരെ ചെറിയ ഐറ്റംസ്. ഇത് കസ്റ്റമർ ഡയറക്റ്റ് മേടിക്കത്തില്ല, കച്ചവടക്കാർ വഴി പോകാൻ്റെ രക്ഷയുള്ളൂ. 2 കുട്ടയിലായിട്ട് ഇങ്ങനെ ഉണ്ട്. അത്രയേ ഉള്ളൂ എന്ന് തോന്നുന്നു ടോട്ടല്. ഇതെല്ലാം കൂടെ എന്തോ അല്ലേ ചോദിക്കുന്നത്? എത്ര ചോദിക്കുന്നത്? 800 രൂപ എടുത്തോ മൊത്തം. 800 രൂപ. ആ വലിയൊരു മീനും. ഇതെന്താ വലിയ മീൻ എന്തോ അതിനകത്ത് ഇളകുന്നത്? ആ വരാല അല്ലേ? എല്ലാം മിക്സ് ആണല്ലേ? വരാൽ, കരിമീനും, സിലോപ്പിയ എല്ലാം ഉണ്ടല്ലേ? ടോട്ടൽ 800. ഓരോ വള്ളങ്ങൾ വരുമ്പോഴും ഓരോന്നിനകത്ത് ഇങ്ങനെ സ്പെഷ്യൽ സാധനങ്ങളായിരിക്കും. എല്ലാത്തിലും ഒരേ ഐറ്റംസ് ഒന്നും ആയിരിക്കത്തില്ല, പല ടൈപ്പ് സാധനങ്ങളായിരിക്കും വരുന്നത്. ഇവിടെ സൈഡിലൊക്കെ ഇരിക്കുന്ന ഒരുപാട് ആൾക്കാർ കച്ചവടക്കാരാണ്. അവർ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, അവർക്ക് വേണ്ടി വേറെ വള്ളങ്ങൾ വരാനുണ്ട് എന്നാണ് തോന്നുന്നത്. നമ്മൾ ഈ കടവ് നിൽക്കുന്നത് മുരിക്കുംപുഴ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്താണ്. സ്റ്റേഷൻ അവിടെ ജസ്റ്റ് ഇങ്ങോട്ട് നടന്നാൽ മതി.
അതിൻ്റെ തൊട്ട് പുറകിലായിട്ടാണ് മുരിക്കുമ്പുഴ സ്റ്റേഷനൊക്കെ വരുന്നത്. ഇതാ ഈ വെള്ളത്തിൽ എന്തോ ഒരു ഐറ്റംസ് വന്നിട്ടുണ്ട്. ഒരു ഐറ്റംസ് അല്ല, 2 ഐറ്റംസ് ഉണ്ടെന്ന് തോന്നുന്നു. ഇടുന്നില്ലല്ലോ പൊങ്കാല. 550 രൂപ. ലേലം വിളിക്കാതെ ഒരു വില. 500 രൂപയ്ക്ക് വേണോ? പൈസ കൊടുക്കും. ആരെങ്കിലും അപ്പൊ ഞങ്ങളെ പറഞ്ഞോണ്ടിരിക്കണത് ആരും ഉണ്ടാവുന്നു. ഞാനല്ലേ ആദ്യമേ വില അറിഞ്ഞോണ്ട് കൂടുതലും വേണ്ട. ഈ കൂട്ടരിയിരിക്കുന്ന മൊത്തം സിലോപ്പിയാണ്. 500 രൂപ ചോദിച്ചിട്ടുണ്ട്. ആരും ഇതുവരെ മേടിച്ചിട്ടില്ല. നേരത്തെ മീൻ കിടന്ന് ചാടിയ സ്ഥലത്ത് ഒരു വല ഇട്ടേക്കാണ് കേട്ടോ. അവിടെ എന്തോ സംഭവമുണ്ട് നോക്കി. ഫുള്ള് കറക്റ്റ് റൗണ്ടിന് വലയിട്ട് ഒരു സൈഡിലോട്ട് മാറി. ഭയങ്കര പരിപാടി തന്നെ അല്ലേ. ഇതെന്ത് മീനത്? പൊടിമീൻ. അതിന് പ്രത്യേകിച്ച് പേരൊന്നുമില്ല, പൊടിമീനെന്നാണ് പറഞ്ഞത്. എനിക്ക് തോന്നുന്നു എല്ലാം കൂടെ മിക്സാണ് ഇതിനകത്ത്. ഈ മീൻ ഏകദേശം 60-70 രൂപയൊക്കെ ഉണ്ട് കിലോയ്ക്ക്. കൂടുതൽ ഇങ്ങനെയുള്ള മീനുകളൊക്കെ ഈ കോഴിക്ക് കൊടുക്കാനോ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് കൊണ്ടുപോകുന്നത്. അത് നല്ലോണം കഴുകി ക്ലീനാക്കി എടുക്കാൻ ഇത്തിരി പാടുണ്ട്. പക്ഷേ പൊരിച്ചടിക്കാണ്ടല്ലോ, അടിപൊളിയാണ് സാധനം. നേരത്തെ ഇവിടെ വല ഇട്ടൊരു വല തിരിച്ച് വെള്ളത്തിലോട്ട് പിടിച്ചിടുകയാണ് കേട്ടോ. പരിപാടി കഴിഞ്ഞും തോന്നുന്നുണ്ട്. അതിൽ എന്തെങ്കിലുമൊക്കെ വീണ് കാണും വലയിൽ. നേരത്തെ ഇവിടെ വലയിട്ട ടീമാണ് പോകുന്നത്. അവർ ഇങ്ങോട്ട് കയറാൻ നേരെ വേറെ സൈഡിലോട്ട് പോകണം കേട്ടോ. അവർ ഇവിടെ ഉള്ളവരല്ല എന്നാണ് തോന്നുന്നത്. വേറെ മീനില്ലാത്തതാണ് എല്ലാവരും കൊണ്ടാകുന്ന പോയത്. 150 രൂപ. ഞാൻ 600 രൂപ പറഞ്ഞു. പറഞ്ഞ മാന്യമായിട്ട് യാതൊരു അതിലൊന്നും കളയാനൊന്നും ഇല്ല. എന്തിനാണ് കളയായിരിക്കണത്? അപ്പൊ എഴുതി പോയി. വേറെ ആരും വായിക്കില്ല. എന്തൊരു വില പറഞ്ഞില്ല. ഇവിടെ ഈ കായലിൻ്റെ ചുറ്റുപാടും ഈ കുളക്കോഴി എന്ന് പറഞ്ഞ സാധനം ഇങ്ങനെയാണെന്ന് പറന്നുകൊണ്ടിരിക്കുക കേട്ടോ. അത് ഈ ചെറിയ മീനുകൾ ഒരുപാട് ഇങ്ങോട്ട് വരുമ്പോഴാണ് മീൻ പോകുന്ന ദിശയിലോട്ട് ഇത് പറന്നുകൊണ്ടിരിക്കുക. കണ്ടോ, ഇഷ്ടം പോലെ പോകുന്നുണ്ട്. ആ ഒരു സൈഡിലോട്ടൊക്കെ ഇഷ്ടംപോലെ മീനുകളങ്ങനെ ചാടി പോയിക്കൊണ്ടിരിക്കുക. മീനുകളെയൊക്കെ നശിപ്പിക്കുന്നതാണ്. അപ്പം ഇത് ഒരുപാട് പെരുകിന്ന് തോന്നുന്നല്ലേ. ഇവിടെ ഇനിയും ഒരുപാട് വള്ളങ്ങൾ വരാനുണ്ടെന്നാണ് പറയുന്നത്. വീണ്ടും 1-2 വള്ളങ്ങൾ ഇങ്ങനെ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക. പല വഴിക്കെന്ന് പറയണ്ടേ, ഒരു വലിയ കായലല്ലേ. അങ്ങ് ദൂരെ നോക്കിക്കഴിഞ്ഞാൽ അവിടെയൊക്കെ ഒരു 2-3 വള്ളങ്ങൾ ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ട്. അഞ്ഞൂറ്, 550, 550, 600, 600, 650, 650, 650, 700, 700, 700.
ഇതെന്തോലെ 400 രൂപ. മൂന്നിയുള്ള കൊഞ്ച് കൊഞ്ച് 400 രൂപ എല്ലാം ഉണ്ട്. വയറ്റിയുടെ മീൻ എല്ലാം കൂടെ ചാവറ്റ എല്ലാം കൂടെ. മുന്നൂറ് രൂപ പറയാം. വില പറഞ്ഞിരിക്കും മുള്ള് പൊരിക്കാനൊക്കെ സൂപ്പർ. പൊരിക്കും കറി വയ്ക്കാനും ഇതുണ്ട്. ഇത് ഏറ്റ സാധനമാണ്. 500 രൂപയ്ക്ക് വേണം. ഇട്ട് പോയി എടുത്തിട്ട് 400 രൂപ ചാരി വേണം. 580 രൂപ. 600 രൂപ. 600. 650. 700 രൂപ. 700. 700 രൂപ. 750. 750. 750 രൂപ. 750. 750. 750. വേണ്ടേ നിങ്ങൾക്ക് മാമി അല്ലേ? അമ്മ അല്ലേ? 750. 750 രൂപ പൈസ. ഒരു 15 മിനിറ്റ് കൂടെ കഴിച്ചപ്പോൾ കുറച്ചുകൂടെ ഒരുപാട് വള്ളങ്ങൾ അവിടെ വന്ന് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ അങ്ങോട്ട് പോയ വള്ളങ്ങളൊക്കെ തിരിച്ചു വന്നു കേട്ടോ. ഇവിടുത്തെ മെയിനായിട്ടുള്ള കടവ് ഇത് തന്നെയാണ്. അങ്ങനൊക്കെ വള്ളങ്ങൾ വരുന്നുണ്ട്. നേരത്തെ അങ്ങനെ കണ്ട വള്ളങ്ങളൊക്കെ ഇനി എത്തി കേട്ടോ. കുറച്ചുകൂടെ നല്ല തിരക്കായി. ഇവിടെ നിൽക്കാം. ഇവിടെ എന്നാൽ എന്തൊക്കെയാണെന്ന് കാണാം. 500 രൂപ. 500. 550. 550. 550. 550. 550. 550. 550. 600. 650. 650. 650. രണ്ടുണ്ട് വിളിക്കേ. 650. 650. 650. 650 എട് വെച്ചിട്ട് കുത്തങ്ങ ഉണ്ട്. അതേ ശകലകളുണ്ട് അടിച്ചത്. എന്നാലും ഞങ്ങൾ തിരിഞ്ഞു കുറേ 150 രൂപ. 500 ചാള വില പാതി വില. ചാള വില പാതി വില. 400 വേണോ? ആയിരിക്കണം 500 രൂപയ്ക്ക്. 500 രൂപയ്ക്ക് ആയിരിക്കണം. 500 രൂപ ആരും ആണെങ്കിൽ വരും. 5 400 കൊഞ്ച്. 400. 450. 450. 450. 450 നോട്ടുണ്ടോ? 450. 450. 450 പറയണം. വേണ്ടേ? നിങ്ങൾ വേണ്ടേ? 500 രൂപ. 500 രൂപ. 500 എനിക്ക് വേണ്ടല്ലേ? 450 പറഞ്ഞേ. എന്ത് ചെയ്യണം? 600 രൂപ. 600 രൂപ. 600 രൂപ. 400 വിളിക്കണം. 550. 500. 650 രൂപ. 500 കൈ തരും. അല്ലാതെ തരില്ല. ഉള്ള ഇപ്പോഴും പറയണം. 500 രൂപ തരും. മീനുള്ള കുറയ്ക്കുന്നുണ്ട്. 400 രൂപ. 400 രൂപ. 300. 300. 350. 350. 350. 350. 400 രൂപ ആരെങ്കിലും വേണോ? 400 രൂപ ആരെങ്കിലും വേണോ? ഈ ഒരു സമയത്ത് ഇഷ്ടം പോലെ മീനുകൾ വന്നിട്ടുണ്ട്. ഇഷ്ടം പോലെ മീനുകൾ. ഒന്നും
അങ്ങോട്ട് കറക്റ്റ് കാണാൻ പോലും പറ്റുന്നില്ല. ചറപറ വന്ന് ലേലം വിളിച്ച് പോവാണ്. ഈ ഒരു ടൈമിലേക്ക് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ നല്ല മീനുകൾ പിടിക്കാം കേട്ടോ. കരിമീനും അതുപോലെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇവിടെ. 700 രൂപ, 500, 600, 700, 800 അങ്ങനെയുള്ള കണക്കേ ഉള്ളൂ മീനുകൾ ലേലം വിളിക്കുന്നത്. ഒരുപാട് വലിയ ക്വാണ്ടിറ്റി ഒന്നുമില്ല. ഇഷ്ടമുള്ള സാധനം വീട്ടിലേക്ക് കൊണ്ടുവന്നാൽ അടുത്ത സാധനം വന്നിട്ടുണ്ട്. അതെന്തോ വിളിക്കട്ടെ അനീഷേ, മീൻ നോക്കി വിളിക്കാ, ഉറപ്പിച്ചാണ് വിളിക്കണ്ട. 500 വിളിച്ചിട്ട് 550 2 പരിസ്ഥിതി കണ്ട 600 രൂപ, 600 രൂപ, 600 കണ്ണ, 600 രൂപ, 600 രൂപ, 600 രൂപ. ഞാൻ പരിച്ചിലെടുക്കണം 500 പരിച്ചിൽ മീൻ എടുക്കണം. പരിച്ചിലെടുക്കണില്ല, എല്ലാം പരിച്ചിലാണ്ടാ, വേറെ മീനൊന്നും ഇല്ലടാ. കണ്ടോ മീനാണ്. 500, 600 രൂപ, 600 വേണമെങ്കിൽ അടിക്കാന്നേ. പരിച്ചിലെ മീനാണ് ഉണ്ടാ 600 രൂപ വേണം. വേണോ എവിടെ എല്ലാം അറിഞ്ഞെടു. ആ അവിടെ 600 രൂപ തരാന്ന് പറയുന്നത് കുറയ്ക്കാതെ അവിടെ തെളിഞ്ഞ മീൻ പരിച്ചിട്ട് 600 രൂപ 600 രൂപ വിളിച്ചിരുത്തിരിക്കുന്നു. എനിക്ക് 700 രൂപ, 400 700 രൂപ, 700, 750 രൂപ, 750 രൂപ, 750, 750 രൂപ, 750 രൂപ, 750, 750, 750. കരിമീൻ മിക്സ് വരുന്നുണ്ട്. കരിമീനും വേറെ എന്തൊക്കെ സാധനങ്ങൾ. ഇന്ന് ഒരുപാട് മീനുണ്ട് കേട്ടോ ഇവിടെ. 800 രൂപ, 800 മീൻ നോക്കി വിളി. 800 രൂപ, 800 രൂപ, 800, 850. ഇത് 800 രൂപ വിളിച്ച് 850 850, 850 രൂപ, 850. വെളിയിൽ തീർന്നാ 850. എനിക്ക് 1000 ഇട്ടോ, 1000 ഇട്ട്. ഞാൻ $500 രൂപ, 500 രൂപ. വിളിയൊന്നുമില്ല, വില പറഞ്ഞെടുക്കുക. വിളിയില്ല, പറയണ വില നിങ്ങൾ വിളിച്ചൊന്നുമില്ല. ഇല്ലടാ അനീസേ, 600 രൂപ, 600 രൂപ, 600 രൂപ പറയണേ. എന്താ മീൻ മൊത്തം കണമ്പാണ്. ആര് വേണമെങ്കിൽ 600 രൂപ, ആർക്ക് വേണമെങ്കിൽ 600 രൂപയ്ക്ക് തരാം. ആർക്ക് വേണം 600 രൂപയ്ക്ക്? 600 രൂപയ്ക്ക് വേണോടാ? 600 രൂപയ്ക്ക് വേണോടാ? 600 രൂപയ്ക്ക് വേണം. 600 രൂപയ്ക്ക് ആർക്ക് വേണം? 600 രൂപയ്ക്ക് വേണോ?
അതവിടെ 2-3 കുട്ട പൊടിമീൻ വന്നിട്ടുണ്ട്. ഒരു പൊടിമീൻ ഇങ്ങനെ ഇറക്കിയിട്ട് ക്ലീൻ ചെയ്യുകയാണ് കേട്ടോ. കുട്ടയിലിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ട് ഇപ്പോൾ ലേലം വിളിക്കാൻ കൊണ്ടുവരും. വള്ളങ്ങളൊക്കെ ഏകദേശം വന്ന് തിരക്കൊഴിഞ്ഞ കേട്ടോ. ഒരു 9-9:30 വരെ നല്ല തിരക്കായിരുന്നു ഇവിടെ. ഇതാ വന്ന വള്ളങ്ങളൊക്കെ ഏകദേശം തിരിഞ്ഞു പോയിട്ടുണ്ട്. 8:30 മണി തൊട്ട് 9 മണി വരെ നല്ല തിരക്കുണ്ട്. ഒരു അരമണിക്കൂറിനകത്തൊരു 10-15 വള്ളം ഒരുമിച്ച് വന്ന് സെയിൽ ചെയ്തിട്ട് പോയിരിക്കുക. ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഇവിടെ എത്തണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കിടിലം മീനുകൾ ഇവിടെ നിന്ന് മേടിച്ചുകൊണ്ട് പോകാൻ പറ്റും കേട്ടോ. നല്ല അടിപൊളി മീനുകൾ, നല്ല ഫ്രഷ് മീനുകൾ. മുരുകമ്പുഴ കായലിൻ്റെ പല സൈഡിലായിട്ടുള്ളത് അടിപൊളി മീനുകൾ ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ സെയിൽ ചെയ്യുകയാണ്. നല്ല അടിപൊളി മാന്യമായ വിലയ്ക്ക് മേടിക്കാൻ പറ്റും. ഇതാ വേറെ എന്തോ സാധനം കൂടെ അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഇതിൽ വിലയും കാര്യങ്ങളൊക്കെ കുറേയൊക്കെ നമുക്ക് അറിയാൻ പറ്റും, കുറേയൊന്നും അറിയാൻ പറ്റുന്നില്ല. അത് ഡയറക്റ്റ് കച്ചവടം ഉറപ്പിച്ച് കൊണ്ടുപോയി കേട്ടോ. വിലയൊന്നും പറഞ്ഞില്ല, അതാ കൊണ്ടുപോയി. അങ്ങനെ കൊണ്ടുപോകുന്ന ഒരുപാട് കച്ചവടങ്ങളുണ്ട് ഇവിടെ. അതവരെ ചാക്കിൽ മറിച്ചു, അത് കച്ചവടക്കാരങ്ങൻ്റെയാണ്. നമ്മളീ കാണുന്ന കായൽ മുരുക്കുമ്പുഴ കായൽ, അപ്പുറത്തെ സൈഡ് കഠിനകുളം. അപ്പോൾ 2 സൈഡും കൂടെ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് 2 പേരിലാണ് അറിയപ്പെടുന്നത്. ഓരോ സൈഡിലും ഓരോ പേര്. ഇവിടെ തന്നെ വേറെ കടവുകളുണ്ട്.
ഇതിൻ്റെ ഈ പുറകിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ 1-2 കടവുകൾ വേറെ ഉണ്ടെന്നാണ് പറയുന്നത്. ആ കടവുകളിൽ പോയി കഴിഞ്ഞാൽ അവിടെയും മീൻ കിട്ടും. പക്ഷേ എല്ലാത്തിനെക്കാട്ടി വലിയ കടവ് ഈ മുരിക്കുമ്പുഴ കടവ് തന്നെയാണ്.